സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പ്രസിഡന്റ് മഹാനായ കുമരമ്പത്തൂർ ഉസ്താദ് ഈ ലോകത്തോട് വട പറഞ്ഞ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിൽ വെച്ച് മഹാനവറുകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ദുആ ചെയ്യണം. സാത്വികനായ ഒരു വലിയ പണ്ഡിതനായിരുന്നു, മഹാനായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോകം, ബർസഖിയായ ജീവിതം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, ഹസനാത്തുകൾ, ഇൽമ്, അറിവ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പരലോക ജീവിതം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന ഖബറിടം അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അല്ലാഹു നല്ല പകരക്കാരെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. സൂറത്ത് തഗാബുനാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. തഗാബൻ സൂറത്തിൽ നിന്ന് 7 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. زعم الذين كفروا, സത്യനിഷേധികൾ അവർ ജൽപ്പിക്കുന്നു, അവർ വാദിക്കുന്നു. എന്ത്? അല്ലൻ യുബ്അസൂ, അവർ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടില്ല എന്ന് അവർ വാദിക്കും. ഖുൽ, നബിയെ താങ്കൾ അവരോട് പറയണം, ബലാ വറബ്ബി ലതുബ്അസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും. എന്റെ റബ്ബിനെ തന്നെ സത്യം, നിങ്ങൾ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. പിന്നീട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വിവരം നൽകപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വിവരം നൽകപ്പെടും. അതായത് അതിലുള്ള ശിക്ഷയും കാര്യങ്ങളും ഉണ്ടാകുമെന്നർത്ഥം. വദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുവിന്റെ മേലിൽ വളരെ എളുപ്പമുള്ളതാണ്, നിസ്സാരമാണ്. എല്ലാവരെയും ഉയർത്തി എഴുന്നേൽപ്പിച്ച്, മരിച്ചതിന്റെ ശേഷം ഉയർത്തി എഴുന്നേൽപ്പിച്ച്, രണ്ടാമത് അവർക്ക് ജീവൻ നൽകി അവരെ കൊണ്ടുവന്ന് ഇഹലോകത്ത് വെച്ച് അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഫലം നൽകുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ മറിയം സൂറത്തിൽ അല്ലാഹു ഇത് സംബന്ധമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقول الإنسان أإذا ما مت لسوف أخرج حيا أفلا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا. ويقول الإنسان, മനുഷ്യൻ പറയും എന്ത്? أإذا ما مت لسوف أخرج حيا, മരിച്ചതിന്റെ ശേഷം ജീവനോട് കൂടെ ശേഷം ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുകയോ? അതൊരിക്കലും ഉണ്ടാവില്ല. അവലാ യദ്കുറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കുന്നില്ലയോ? അല്ലാഹു പറയുന്നു, അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ, മുമ്പ് അവനെ നാം സൃഷ്ടിച്ചു. അല്ലാഹു പറയുന്നു അവന് ഒന്നുമായിരുന്നില്ല, എന്നിട്ട് പിന്നെ അവനെ മരിപ്പിച്ച് രണ്ടാമത് എഴുന്നേൽപ്പിക്കാൻ എന്താ പണി? അള്ളാഹു ഇങ്ങനെ പറയുന്നു, ഫവറബ്ബിക
ലനഹ്ശുറന്നഹും വശയാതീൻ. റബ്ബിനെ തന്നെയാണ് സത്യം, നാം അവരെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ശൈത്വാന്മാരെയും ഇവിടെ അല്ലാഹു പറയുന്ന എന്താ? റബ്ബിനെ തന്നെ സത്യം. ബലാ വറബ്ബി ലതുബഅസുൻ, അവർ ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് അവർ ചെയ്ത അമലുകളെ പറ്റി വിവരം നൽകപ്പെടുന്നു. ഒരിക്കലും മരിച്ചതിന്റെ ശേഷം ഒരു ഉയർത്തിയെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോ അല്ലാഹു തആല അതിന് മറുപടി കൊടുക്കുകയാണ്. ഫവറബ്ബിക്, താങ്കളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ലനഹ്ശുറന്നഹും വശയാതീൻ, അവരെയും ശൈത്വാന്മാരെയും നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. സുമ്മ ലനുഹ്ളിറന്നഹും ഹൗല ജഹന്നമ ജിസിയ, ജഹന്നമെന്ന നരകത്തിന്റെ അരികെ മുട്ടുകുത്തിയ രൂപത്തിൽ നാം അവരെ ഹാജരാക്കുക തന്നെ ചെയ്യും. ഈ നിഷേധിക്കുന്ന നിഷേധികളെ മാത്രല്ല, അവിടെ ശൈത്വാന്മാരെയും, ഇബ്ലീസിന് ഒരുപാട് അനുയായികളുണ്ട്, ആ ശൈത്വാന്മാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുമെന്ന്. എന്നിട്ടോ ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا. പിന്നീട് അള്ളാഹു പറയുന്നത്, അങ്ങനെ ഓരോ പാർട്ടിയിൽ നിന്നും ഓരോ വിഭാഗത്തിൽ നിന്നും റഹ്മാനായ അള്ളാഹുവോട് ഏറ്റവും കൂടുതൽ ധിക്കാരം കാണിച്ചതാണ് ആരാണ്? അവരെ ആദ്യം ഇങ്ങനെ പിടിക്കുന്നതാണ്, അതിൽ നിന്ന് പിടിച്ചെടുക്കും, എന്നിട്ട് നരകത്തിലേക്ക് തള്ളുമെന്നാണ്. ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. മരിച്ചതിന്റെ ശേഷം രണ്ടാമതൊരു ജീവിതം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അതിൽ സംശയമാണ്, അവിശ്വാസികൾ. മനുഷ്യൻ മരിച്ച മണ്ണോട് ചേർന്നാൽ നുരുമ്പിപ്പോയതിന്റെ ശേഷം പിന്നെ എങ്ങനെ അവനെ രണ്ടാമത് ഉയർത്തിയെഴുന്നേൽപ്പിക്കുമെന്നാണ് അവരുടെ സംശയം. ഒന്നുമല്ലാത്ത മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ അള്ളാഹുവിനിക്ക് രണ്ടാമത് മടക്കി പടക്കാൻ എന്താ പണി? ബീജഗണങ്ങളിൽ നിന്ന് ഒരു പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും അള്ളാഹു പരസ്പരം കൂട്ടി അതിൽ നിന്ന് ഒരു സന്താനത്തെ ജനിപ്പിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവനെ മരിപ്പിച്ച് രണ്ടാമത് ജനിപ്പിക്കാൻ ഒരു പണിയില്ല. ഖുർആൻ തന്നെ പറയുന്നത്, വിരലിന്റെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോ ഇന്ന് ഒരാളുടെ വിരലടയാളം എങ്ങനെ? അതേ രൂപത്തിൽ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. നമ്മുടെ വിരലുകളുടെ അഗ്രത്തെ വരെ ശരിയാക്കാൻ ഇന്നുള്ള അതേ രൂപത്തിൽ രണ്ടാമത് മടക്കി പടക്കുക എന്നുള്ളത് അള്ളാഹുവിനൊരു പ്രയാസമുള്ള കാര്യമില്ല. ഫിംഗർ പ്രിന്റ് ഇന്നാണ് വലിയ ചർച്ചയായത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അതിലേക്ക് വെളിച്ചം വീശും. വിരലുകളുടെ തെല്ലുകളെ വരെ ശരിയാക്കാൻ കഴിയുന്ന രൂപത്തിൽ രണ്ടാമത് അള്ളാഹു മടക്കി പടക്കുന്നതാണ് അതേ രൂപത്തിൽ. ഇന്ന് എന്റെ വിരലടയാളം എങ്ങനെ? നാളെ മഹ്ശറിൽ എന്റെ വിരലടയാളം വെക്കുകയാണെങ്കിൽ അതും ഇതും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇന്ന് കോടിക്കണക്കിന് ആളുകളുണ്ടെങ്കിലും വിരലുകളുടെ ഏരിയ വളരെ കുറവാണെങ്കിലും ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. 700 കോടി മനുഷ്യർ ഇന്നുണ്ടെങ്കിൽ 700 കോടി മനുഷ്യരുടെ വിരലടയാളവും വ്യത്യസ്തമാണ്. അള്ളാഹു പറയുന്നത് ഇത് അതേ രൂപത്തിൽ രണ്ടാമത് മടക്കി പടക്കാൻ അവനിക്ക് കഴിയും. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ഇതിൽ തർക്കിക്കേണ്ടതില്ല. ശേഷം അള്ളാഹു പറയുന്നത്, ഫആമിനൂ ബില്ലാഹി വറസൂലി വന്നൂരില്ലദീ അൻസൽനാ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഈ ആയത്ത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. അള്ളാഹു പറയുന്നത് ഫആമിനൂ ബില്ലാഹ്, ആകയാൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചോളൂ, വറസൂലിഹി, അവന്റെ റസൂലിലും വിശ്വസിച്ചോളൂ, വന്നൂരില്ലദീ അൻസൽനാ, നാം അവതരിപ്പിച്ച പ്രകാശത്തിലും നിങ്ങൾ വിശ്വസിച്ചോളൂ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി കൃത്യമായി അറിയുന്നവനാണ്, ഉള്ളുകള്ളി അറിയുന്നവനാണ്, ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. അള്ളാഹു പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചോളൂ, അവന്റെ റസൂലിലും, അതോടുകൂടെ നാം ഇറക്കിത്തന്ന പ്രകാശത്തിലും നിങ്ങൾ വിശ്വസിച്ചോളൂ. ഖുർആനാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹു തആല ഇത് അഅറാഫ് സൂറത്തിൽ പറയുന്നുണ്ടല്ലോ,
فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർ, ആ റസൂലിനെ മഹത്വപ്പെടുത്തുന്നവർ, ആ റസൂലിനെ സഹായിക്കുന്നവർ, റസൂലിനോടുകൂടെ ഇറക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റുന്നവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. ആ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു തആല ഇവിടെ പ്രകാശം എന്നാണ് ഉപയോഗിച്ചത്. പ്രകാശമാണ്, അത് വെളിച്ചമാണ്, ഒറ്റ വെളിച്ചേ ഉള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ. അതാണല്ലോ ഇസ്ലാമിന്റെ ഭരണഘടന. അതാണ് സത്യം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെയും അള്ളാഹുവിന്റെ തിരുദൂതരെയും അല്ലാഹു തആല അയച്ചത് ഒട്ടേറെ ഇരുട്ടുകളിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ലിയുഖ്രിജല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഒരുപാട് ഇരുട്ടുകളിൽ നിന്ന് ഒരൊറ്റ വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ. ഇരുട്ടുകൾ ഒരുപാടുണ്ട്. എന്നാൽ അതേസമയം വെളിച്ചം അത് ഒന്ന് മാത്രമാണ്. നോക്കൂ, അത് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിങ്കൽ സ്വീകാര്യമായത് ഇസ്ലാം മാത്രമാകുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ ഇസ്ലാമിന്റെ ഭരണഘടനയാണ് ഖുർആൻ. ഖുർആൻ യഥാർത്ഥത്തിൽ വെളിച്ചം. എല്ലാവർക്കും അറിയാലോ, അള്ളാഹുവിന്റെ തിരുദൂതർ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളുമായിട്ട് വരുമ്പോ ആ കാലഘട്ടത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് ഇരുട്ടിനെ നീക്കിയത് ഖുർആൻ വഴിയാണ്. അത് എല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ ജീവിക്കുന്ന കാലത്ത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ട് ആ അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദര തീരത്തേക്ക് 10,000-കണക്കിന് ആളുകൾ വന്നു. റസൂല് വട പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ. 4 ഖലീഫമാരുടെ ഭരണകാലത്ത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പരിശുദ്ധ ദീനെത്തി. ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കും. ലോകത്ത് ഇസ്ലാമിന് വലിയ വളർച്ചയാണ്. വിശുദ്ധ ഖുർആന്റെ തീരത്തേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിദ്യാസമ്പന്നരായ ആളുകളടക്കം വളരെ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് സ്വമേധയ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലാതെ, പ്രകോപനം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ അല്ലാതെ, അതിന്റെ ആവശ്യം ഇസ്ലാമിലില്ല. ഇത്ര ആളുകളെ ഉണ്ടാക്കണമെന്ന് മുസ്ലിം നേതാക്കന്മാരോടോ അല്ലെങ്കിൽ മുസ്ലിമായ ഓരോ മനുഷ്യരോടോ അള്ളാന്റെ കൽപ്പന ഇത്ര ആളുകൾ ഉണ്ടാക്കണം എന്നുള്ളൊരു കൽപ്പനല്ല. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ബുദ്ധി വെച്ച് കാര്യങ്ങൾ സ്വീകരിക്കണം. അത് അള്ളാഹ് ഉദ്ദേശിച്ചവർ ഹിദായത്തിലേക്ക് വരും. എന്തായിരുന്നാലും ഖുർആൻ ഒരു വെളിച്ചം. എന്നാൽ അതേ സമയത്ത് നമ്മൾ വേറെ ചില ആയത്തുകളിലൂടെ പ്രകാശം അള്ളാഹുവിന്റെ തിരുദൂതരാണ് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വെളിച്ചമാണ്, അതേപോലെ തന്നെ റസൂലും വെളിച്ചമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ വഹ്യ് മുറിഞ്ഞു പോയപ്പോൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാൻ ഒരൽപ്പം വൈകിയപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു, മുഹമ്മദാകുന്ന പ്രകാശം അണഞ്ഞുപോയിരിക്കുന്നു. അതിൽ അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി. കഅബ് ബിനുൽ അഷ്റഫ് അടക്കം പറഞ്ഞതാണ്, മുഹമ്മദാകുന്ന പ്രകാശം ഇപ്പൊ കെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകരുടെ അരികിലേക്ക് ഇപ്പൊ ജിബ്രീൽ എന്ന മലക്ക് വരാത്തത് വഹ്യുമായിട്ട്. അതിന് അള്ളാഹു മറുപടി കൊടുക്കണം. അതൊക്കെ വ്യാമോഹാണ്, പല മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അള്ളാഹുവിന്റെ പ്രകാശത്തെ അണച്ചു കളയാൻ, വായകളെ കൊണ്ട് ഊതിക്കെടുത്താൻ ശത്രുക്കൾ ഉദ്ദേശിക്കും. പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു തന്റെ പ്രകാശത്തെ പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. അവിടെ നൂറുള്ള എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശത്രുക്കൾ ഉദ്ദേശിക്കും. അവതരിക്കാനുള്ള കാരണം റസൂലാകുന്ന പ്രകാശം അണഞ്ഞു എന്ന് ചിലർ പറഞ്ഞപ്പോഴാണ്. അപ്പൊ റസൂലിനെ അള്ളാഹു തന്റെ പ്രകാശം എന്നാണ് ഉപയോഗിച്ചത്. അത് ഈ തിരുദൂതരുടെ ഒരു വലിയ മഹത്വമാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിന് സമാനമായ വേറെയും ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരായത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. മാഇദ സൂറത്തിൽ അല്ലാഹു അങ്ങനെയാണ് പറയുന്നത്. തീർച്ചയായും അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രകാശവും വേദഗ്രന്ഥവും വന്നു കിട്ടിയിരിക്കുന്നു. നേരത്തെ നമ്മൾ അഅറാഫ് സൂറത്തിൽ പറഞ്ഞു, അവിടെ ഖുർആനാണ് പ്രകാശമായിട്ട് പറഞ്ഞത്. റസൂലിനെ പറഞ്ഞതിന്റെ ശേഷം ഗ്രന്ഥത്തെ പറഞ്ഞു. എന്നാൽ ഇവിടെ പറയുന്നത് ആദ്യം ഒരു പ്രകാശത്തെ പറ്റി പറഞ്ഞു, പിന്നെ ഗ്രന്ഥത്തെ പറ്റി പറഞ്ഞു. ആ പ്രകാശം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദ് ജാഅകും മിനല്ലാഹി നൂർ, നിസ്സംശയം നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നൊരു പ്രകാശം വന്നു കിട്ടിയിരിക്കുന്നു. വകിതാബും മുബീൻ, സ്പഷ്ടമായ വേദഗ്രന്ഥവും. മാഇദയിൽ അല്ലാഹു പറയുന്ന അങ്ങനെയാണ്. ആ സ്പഷ്ടമായ വേദഗ്രന്ഥം എന്ന് പറയുന്നത് അത് ഖുർആനാണ്. അതിന് മുമ്പ് പറഞ്ഞ ആ നൂറ് കൊണ്ടുള്ള ഉദ്ദേശം അത് അല്ലാഹുവിന്റെ തിരുദൂതരാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം, അല്ലാഹു നൽകിയ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല അഹ്സാബ് സൂറത്തിൽ മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ നബിയേ, യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദ, നാം താങ്കളെ അയച്ചിരിക്കുന്നത് സാക്ഷിയായിട്ടാകുന്നു. താങ്കൾ സാക്ഷിയാണ്. കഴിഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതക്ക് സത്യം എത്തിച്ചു കൊടുത്തു എന്നതിന് നബി സാക്ഷിയാണ്. ഓരോ പ്രവാചകന്മാർ എല്ലാറ്റിനും നബി സാക്ഷിയാണ്. അതാണ് അല്ലാഹു പറയുന്നത്, നബിയെ താങ്കളെ നാം സാക്ഷിയായി അയച്ചിരിക്കും. വമുബശ്ശിറൻ വനദീറാ, അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. തെറ്റ് ചെയ്യുന്നവർക്ക്, അവിശ്വാസികൾക്ക് നരകമുണ്ടെന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുന്ന ആളുമാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, റബ്ബിന്റെ അനുമതി പ്രകാരം റബ്ബിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുമാണ് ദാഴി. അവസാനം പറഞ്ഞതോ വസിറാജം മുനീറാ, അങ്ങ് പ്രകാശിക്കുന്ന വിളക്കാകുന്നു. അങ്ങ് പ്രകാശിക്കുന്ന വെളിച്ചം നൽകുന്ന വിളക്കാകുന്നു നബിയേ എന്ന് അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലൂടെ പറയുന്നു. അല്ലാഹു അത്രമാത്രം പറയണമെങ്കിൽ ഈ നബിക്ക് അല്ലാഹു കൊടുത്ത മഹത്വം എത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിന്റെ തിരുദൂതരെ വല്ലാതെ പ്രകീർത്തിക്കണമെന്ന് പറഞ്ഞു. അതിനൊക്കെ ചെറുതാക്കി കാണിക്കുന്നവരുണ്ട്, അവർക്കറിയാത്തത് കൊണ്ടാണ്. ഈ നബിയുടെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച കുട്ടികൾ ഘോഷയാത്ര നടത്തുമ്പോൾ അവർ പായസം കുടിക്കുന്ന സമയത്ത് ചിലരൊക്കെ പരിഹസിച്ചത്, റസൂല് ജനിച്ച തിങ്കളാഴ്ച നോമ്പ് സുന്നത്തല്ലേ, എല്ലാ കുട്ടികളും നോമ്പെടുത്ത് വരികയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നോമ്പിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ഈ സംവിധാനത്തിനോട് ഒരു അലർജി, നീരസം പ്രകടിപ്പിക്കാൻ. ഈ പറയുന്ന ആൾ അതിന്റെ മുമ്പുള്ള തിങ്കളാഴ്ച നോമ്പ് നോറ്റിട്ടുണ്ടാവില്ല, അടുത്ത തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ച നോമ്പ് നോൽക്കാനുള്ള തീരുമാനവും ഉണ്ടാവില്ല. എന്നിട്ട് വെറുതെ ഒരു കാര്യത്തെ ചെറുതാക്കാൻ വേണ്ടിയിട്ട്, അത് ശരിയല്ല. അതിനങ്ങനെ ചെറുതാക്കരുത്. നോമ്പ് സുന്നത്തല്ലേ. ചെറിയ കുട്ടികൾക്ക് നോമ്പ് നോറ്റ് ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പ് നോൽക്കാതെ അവർ ഘോഷയാത്രയിൽ പങ്കെടുക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സന്ദേശം എത്തിക്കൽ, അള്ളാഹുവിന്റെ തിരുദൂതർ, ആ തിരുദൂതരുടെ കീർത്തിയെ, പ്രസിദ്ധിയെ അള്ളാഹു ഉയർത്തിയതാണ്. അത് ഈ രൂപത്തിൽ തന്നെയാണ്. ലോകത്താകമാനം ഈ റസൂലിനെ പറയപ്പെടുന്നു. വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ പ്രസിദ്ധി അങ്ങേക്ക് നാം ഉയർത്തി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നബിയോട്. ബാങ്കിലും ഇഖാമത്തിലും അടക്കം നിസ്കാരത്തിൽ പോലും നോക്കൂ, അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് ഓരോ സത്യവിശ്വാസിയും നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ചൊല്ലുന്നു. ഇന്ന് ഈ നബിയുടെ സുന്നത്തും അതുപോലെ തന്നെ ഈ നബിയുടെ വ്യക്തിത്വവും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലൊരു അവസരമായതുകൊണ്ട് റബീഉൽ അവ്വലിനെ നാം അതിനെ ഉപയോഗപ്പെടുത്തണം. റസൂലിനെ പ്രകീർത്തിക്കൽ പദ്യമായിട്ടാകാം, ഗദ്യമായിട്ടാകാം, രണ്ടും കൂട്ടിയിട്ടാകാം, എല്ലാറ്റിനും രേഖ ഉണ്ടല്ലോ.
ഇതൊരു പ്രകാശമാണ്. ആ വെളിച്ചത്തെ നമ്മൾ മാലോകരെ അറിയിക്കണം, പരിചയപ്പെടുത്തണം. അതിന് റബീഉൽ അവ്വലിനെ പ്രത്യേകം നമ്മൾ ഉപയോഗപ്പെടുത്തണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അത് സംബന്ധമായിട്ട് പറഞ്ഞതാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. ഇവിടെ അള്ളാഹു പറയുന്നത് ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കണമെന്നാണ്. അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കണം. ഇനി ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. ദുനിയാവിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ വസ്തുക്കളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ ഇണകള്, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കച്ചവട വസ്തുക്കള്, നമ്മുടെ വീടുകൾ. ഈ എണ്ണി പറഞ്ഞ 8 കാര്യങ്ങളാണ് മുഖ്യമായിട്ടും അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതാണ് ദുന്യാവ് എന്ന് സൂറത്ത് തൗബയിൽ പറയുന്നത്. ഇൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ. ഞാൻ ആ എണ്ണി പറഞ്ഞ 8 കാര്യങ്ങളാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, കുടുംബക്കാര്, സമ്പത്ത്, കച്ചവട വസ്തുക്കള്, നിങ്ങളുടെ വീടുകള്. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ എണ്ണി പറഞ്ഞ കാര്യങ്ങളാണോ? അള്ളാഹു ചോദിക്കാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശിക്ഷയെ പ്രതീക്ഷിച്ചോളൂ എന്ന് ആ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും, ജ്യേഷ്ഠാനുജന്മാരെക്കാളും, ഭാര്യ ഭർത്താക്കന്മാരെക്കാളും, കുടുംബക്കാരെക്കാളും, സമ്പത്തിനേക്കാളും, കച്ചവട വസ്തുക്കളെക്കാളും ഏറെ സ്നേഹിക്കുന്ന വീടുകളെക്കാളും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും. വിശ്വസിച്ചാൽ മാത്രം പോരാ. ഇവിടെ ഫആമിനൂ ബില്ലാഹി വറസൂലിഹി. പക്ഷെ ആ വിശ്വാസം അത് പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയാണ്. അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലിനെ പിൻപറ്റലാണ്. അപ്പൊ എല്ലാം അടങ്ങുന്നത് റസൂലിലേക്കാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റസൂലിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ നോക്കൂ, അള്ളാഹിനെ പറഞ്ഞ ഉടനെ ഈ റസൂലിനെ പറയണം. നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ തിരുദൂതൻ. ആ സ്നേഹം ഒരു ലഹരിയായിട്ട് മാറണമെന്നാണ്. ആ സ്നേഹം ഒരു ലഹരിയായിട്ട് മാറണം. സ്നേഹം പൊതുവെ വല്ലാതെ ലഹരിയാവാറുണ്ട്. അത് വേറുള്ള ആളുകൾക്ക് ഒരു ഭ്രാന്തായിട്ട് തോന്നാറുണ്ട്. എന്നാൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് അതൊരു ഭ്രാന്തായി തോന്നൂല. അതുകൊണ്ടാണ് 45ഉം 50ഒക്കെ വയസ്സിനോടടുത്തവരും 15 വയസ്സ് തികയാത്തവരൊക്കെ പരസ്പരം ഒളിച്ചോടി പോകുന്ന വാർത്തകൾ നമ്മൾ പത്രദ്വാര വാർത്താ മാധ്യമങ്ങളിൽ വരാറുണ്ട്. ചിലത് കൗതുക വാർത്തയാകാറുണ്ട്. സംഭവിച്ചില്ലേ? 44 വയസ്സുള്ള പെണ്ണും 14 വയസ്സുള്ള ഒരു കുട്ടിയും ഒളിച്ചോടി. എത്ര അന്തരണ്ട് ഇവർ തമ്മിൽ. രണ്ടുപേരും കൂടി പോവുകയാണെങ്കിൽ ഉമ്മി മകനാണെന്ന് തോന്നുള്ളൂ. ബസ്സിലൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ബസ്സുകാർ പറയും, ആ കുട്ടിയെ കൈ പിടിക്കാൻ വേണ്ടി പറയും. കൈ പിടിച്ചോളൂ താത്താന്ന് പറയും. അത്രമാത്രം അന്തരണ്ട്. എന്നിട്ട് അവർക്കതൊരു ഭ്രാന്താണെന്ന് തോന്നുന്നില്ല. മനസ്സുകൾ അടുത്തതാണ്. എന്നാൽ ഒരു വിശുദ്ധ പ്രേമമുണ്ട്. പ്ലാറ്റോണിക് ലവ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു വിശുദ്ധ സ്നേഹം, സ്ത്രീ പുരുഷന്മാർ പരസ്പരം സ്പർശിക്കാതെ തൊടാതെ ഉള്ള സ്നേഹം. ആ സ്നേഹം യഥാർത്ഥത്തിൽ ആ വിശുദ്ധ സ്നേഹം, അതാണ് ഈ ഇഷ്ക്. അത് ആർക്ക് കൊടുക്കാൻ കഴിയണം? ആ വിഷയത്തിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ഞാൻ സാന്ദർഭികമായി ഉണർത്താൻ, അത് റബീഉൽ അവ്വലിലും അല്ലാത്ത സമയത്തും വേണം സഹോദര. ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തുൻ ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹു ലിൽ മീഹാലി ഹാൽ. ഉമറുൽ കാഹിർ റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ടല്ലോ, ആത്മമിത്രത്തോടുള്ള സ്നേഹം ഹൃദയാന്തരത്തിലുള്ള ഒരു വിത്ത് പോലെയാണ്. ആ വിത്ത് ഒരുപാട് ധാന്യമണികളെ മുളപ്പിച്ചു ഹൃദയത്തില്. അതാണ് എന്റെ ശക്തിയുടെ സ്രോതസ് എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട്. അതായത് അള്ളാഹുവിന്റെ തിരുദൂതരോടുള്ള അഗാധമായ സ്നേഹം അത് നമ്മുടെ മനസ്സിൽ ഒരു വിത്താണ്. എന്നിട്ട് അതിന് ഒരുപാട് കതിരുകൾ, അതിൽ ഒരുപാട് വിത്തുകൾ, ഒരുപാട് ധാന്യമണികൾ. അതാവണം നമ്മുടെ ശക്തിയുടെ അടയാളമെന്ന്. അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് ആ കഴിഞ്ഞുപോയ പൂർവീകരായ ആളുകളൊക്കെ അള്ളാഹുവിന്റെ തിരുദൂതരെ വല്ലാതെ സ്നേഹിച്ചു. ആ ലഹരി ലഭിക്കാത്ത ആളുകൾക്ക് തോന്നും ഇത് കുറച്ച് കൂടുതലായോ എന്ന്. അതുകൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ലാമമൻ ലാമ ഹവാമൻ
ലാമ ലാമ ലഹു ഫമാ ലാമ ഇല്ലാ അന്ന ഫീ ഉദ്നയ്യ വഖറൻ ലാമലാൽ. അദ്ദേഹം പാടുന്നത് യാതൊരു ന്യൂനതയുമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്ത അള്ളാഹുവിന്റെ തിരുദൂതർ, ആ അള്ളാഹുവിന്റെ തിരുദൂതരോടുള്ള അഗാധമായ അനുരാഗം, അത് ആക്ഷേപിക്കുന്നവർ അതിനെ ആക്ഷേപിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ എന്റെ കാതില് ബാധിര്യം നിറച്ചു എന്നാണ്, ഒരു കട്ടി നിറച്ചു. ഇപ്പൊ ഖുർആനെ അവഗണിച്ചു പോകുന്ന ആളുകളെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വല്ലാ മുസ്തക്ബിറാ, ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അതിനെ അവഗണിച്ച് അഹങ്കാരത്തോടുകൂടെ തിരിഞ്ഞു പോകും. ഏതുപോലെ കഅല്ലം യസ്മഅഹാ, കേൾക്കാത്ത ഭാവം നടിക്കും. കഅന്ന ഫീ ഉദുനൈഹി വഖറാ, അവന്റെ കാതിൽ ഒരു കട്ടി വന്നതുപോലെ. ഇപ്പൊ ഖുർആന്റെ ഈ സാസിലേക്ക് ഇതിനോട് താല്പര്യമില്ലാത്ത ഒരാൾ ഇപ്പൊ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒന്നും ശ്രദ്ധിക്കൂല, ഒരു ശബ്ദം മാത്രമായിരിക്കും അദ്ദേഹത്തിന്, പരിവർത്തനം വരുന്ന രൂപത്തിൽ കേൾക്കൂല, ശ്രദ്ധിക്കൂല. അപ്പൊ കാതിലൊരു കട്ടിയുള്ളത് പോലെയാണ്, യഥാർത്ഥത്തിൽ കട്ടിയില്ലെങ്കിൽ വഖർ. മഹാനായ ഉമറുൽ കാഹിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് പ്രവാചകരോടുള്ള അനുരാഗം കുറച്ച് കൂടുതലാണ് എന്ന് ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കുകയാണ്, ഞാനത് മൈൻഡ് ചെയ്യൂല. എന്റെ കണ്ണിൽ ഞാൻ കാതിൽ ഞാൻ ബാധിര്യം നിറച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് മൈൻഡ് ചെയ്യൂല, പറയുന്നവർ പറയട്ടെ, ഞാനത് കാര്യാക്കൂല. അവരൊക്കെ പ്രവാചകരെ എത്രമാത്രം സ്നേഹിച്ചു. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹം കാരണം എത്ര പേര് ഇസ്ലാമിലേക്ക് വന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് വലിയ സൂഫിയായിരുന്നു. കഴിഞ്ഞുപോയ മഹത്തുക്കൾ, പൂർവ്വസൂരികൾ മുഴുവനും അങ്ങനെയാണ് റസൂലിനെ അഗാധമായി സ്നേഹിച്ച് കവിത എഴുതാൻ കഴിയുന്നവർ കവിത എഴുതി. എത്ര വരികളാ അവരൊക്കെ എഴുതി. ബൂസൂരി ഇമാമു റസൂലിനെ വല്ലാതെ സ്നേഹിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞെന്താ, യാ ലാഇമി ഫിൽ ഹവൽ ഉദ്രി മഅദിറതൻ മിന്നി ഇലൈക വലൗ അൻസഫ്ത ലം തലുമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. ഹബീബായ നബിയോടുള്ള അഗാധമായ പ്രേമം കാരണം എന്നെ ആക്ഷേപിക്കുന്നവരെ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ നീതിയുള്ളവരായിരുന്നുവെങ്കിൽ ഒരിക്കലും എന്നെ ആക്ഷേപിക്കുമായിരുന്നില്ല. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നവരെ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിങ്ങൾ നീതിയുള്ളവരാണെങ്കിൽ ശരിക്കും ചിന്തിച്ചാൽ മതി, അള്ളാഹുവിന്റെ തിരുദൂതരെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കണം. അത് യഥാർത്ഥത്തിൽ ആ സ്നേഹം ഒരു ലഹരിയാകണമെന്നാണ്. ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഇത് ഹിജ്റ 15-ാം നൂറ്റാണ്ടാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു വരെ ഈ സംബന്ധമായിട്ട് എന്താ പാടിയത്? യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി ഹാദാ ഹുവൽ ഹുസ്നുൽ ജമീലുൽ മുഫ്റദൂ. എത്ര അർത്ഥവത്തായ വരിയാണ്. ഷറഫലാന മൗലൂദിൽ കാണാം. ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു എഴുതുന്നത് അങ്ങനെയാണ്, പ്രവാചകരെ അഗാധമായി പ്രേമിക്കുന്നവരെ, പ്രവാചകർ പ്രേമികളെ, നിങ്ങൾ ആ റസൂലിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ ഒരു ലഹരിയിലാവണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുല്യനായ സുന്ദരനാണ്. ആ റസൂലിനോടുള്ള സ്നേഹം നിങ്ങൾക്കൊരു ലഹരിയാകണം. പണ്ട് ബസ്രയിൽ ഒരു സഹോദരൻ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ആ പെണ്ണിനെ ഒരിക്കലും തനിക്ക് പ്രാപിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ബസറയിലെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അടിയിക്ക് ചാടിയപ്പോ ഒരു പാട്ടും പാടി, മൻമാത ഇഷ്കൻ ഫൽയമുത് ഹാകദാ ലാ ഖൈറ ഫീ ഇഷ്കിൻ ബിലാ മൗത്. പ്രേമത്തിലായിട്ട് മരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മരിക്കണം, മരിക്കാത്ത പ്രേമത്തിൽ ഒരു ഖൈറുമില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയ പിരാന്ത് എല്ലാ കാര്യത്തുണ്ടെന്ന് അർത്ഥം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരി മരണം ഏതിലാകണം? റസൂലിനോടുള്ള സ്നേഹത്തിലാകണം എന്നാണ്. അങ്ങനെയാണല്ലോ മഹാന്മാര് പാടിയത്, ഇൻകുന്ത തഅശഖുഹു മുത്ഫി മഹബ്ബതിഹി മുവല്ലഹൽ ഖൽബി മുഷ്താഖം വ ഇല്ലാ ലാ. ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. എന്താ അദ്ദേഹം പാടുന്നത്? റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തില് അങ്ങനെ മരിക്കാൻ കഴിയണം. അഗാധമായി നബിയോട് അനുരാഗമുണ്ടെങ്കിൽ, റസൂലിനോട് പ്രേമമുണ്ടെങ്കിൽ ആ പ്രേമത്തിലായി നിനക്ക് മരിക്കാൻ കഴിയണം. ഖുബൈബ് റളിയല്ലാഹു അൻഹു അങ്ങനല്ലേ വഫാത്തായത് അല്ലേ? ശത്രുക്കൾ അദ്ദേഹത്തിനെ തൂക്കിലേറ്റുന്നതിന്റെ തൊട്ടു മുമ്പ് അവസാന ആഗ്രഹം എന്താന്ന് ചോദിച്ചു. 2 റക്അത്ത് നിസ്കരിക്കണം.
അതിന് അവസരം കൊടുത്തു. ആ 2 റക്അത്ത് നിസ്കരിച്ച് തൂക്കുമരത്തിൽ കയറ്റുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം കൂടി ഉണ്ടായി. ലാസ്റ്റ് മരിക്കുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് ഹബീബായ നബിക്കൊരു സലാം പറയണം. മക്കയിലെ തനഈമിൽ നിന്നാണ് സഹോദര അദ്ദേഹത്തിനെ തൂക്കിലേറ്റുന്നത്. 400ഓളം കിലോമീറ്റർ അകലെ കിടക്കുന്നു മദീനയിലാണ് അള്ളാന്റെ തിരുദൂതർ. തൂക്കുമരത്തിൽ വെച്ച് ഖുബൈബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആരുമില്ല, അദ്ദേഹത്തിന്റെ സങ്കടതാണ്. റസൂലിനൊരു സലാം പറഞ്ഞേക്കാൻ ഒരു സത്യവിശ്വാസി അടുത്ത് കാണുന്നില്ല. തൂക്കുമരത്തിൽ വെച്ച് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. തൂക്കുമരത്തിൽ നിന്ന് ഉറക്കെ പറഞ്ഞു. ഈ സമയത്ത് മദീന മസ്ജിദുൻ നബവിയിൽ, മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ തിരുദൂതർ സ്വഹാബത്തിന് ഉപദേശം കൊടുക്കുകയാണ്. പെട്ടെന്ന് നബി ഉപദേശം നിർത്തിയിട്ട് പറഞ്ഞു, അലൈക്കസ്സലാം. സ്വഹാബത്ത് ചോദിച്ചു, നബി ആർക്കാങ്ങൾ സലാം അടക്കിയത്? നിങ്ങളുടെ കൂട്ടുകാരനായ ഖുബൈബ് തൂക്കിലേറ്റപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് എനിക്കൊരു സലാം ചൊല്ലി, ഞാൻ ആ സലാം അടക്കിയതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അവിടെ മരണത്തിൽ അദ്ദേഹത്തിന്റെ മരണം പോലും നബിയോടുള്ള അഗാധമായ സ്നേഹത്തിലാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഞാൻ പറയുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ തിരുദൂതൻ. അതിന് അറ്റല്ല എന്നുള്ളതാണ്. ആർക്കും ആരാക്ഷേപിച്ചാലും അതിങ്ങനെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടന്നാൽ പോലെ ആ സ്നേഹം കണ്ട് പുറത്തേക്ക് വരണം, നിർഗളിക്കണം. ആ സ്നേഹം കാണണം. അതിന്റെ ഭാഗമായിട്ടാണ് റസൂൽ നമ്മൾ പാടുന്നതും പറയുന്നതും ഒക്കെ. സ്വഹാബത്ത് അങ്ങനെയല്ലേ ചെയ്തത്? കഅബ് റളിയല്ലാഹു അൻഹു പാട്ട് പാടി. അള്ളാന്റെ തിരുത് കുറെ പാടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പാടാനുള്ള തൗഫീഖ് ഇല്ലാത്തതുകൊണ്ടാണ്. ചില ആളുകൾ നമ്മളങ്ങനെ കളിയാക്കാറുണ്ട്. ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ സൈഡിൽ നിന്നിട്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന സംഗതിയാണ് സഹോദരായ, എല്ലാ ഭാഗത്തും. മസ്ജിദുൽ അഖ്സയിലെ മിമ്പറിൽ കയറിയിട്ട് മസ്ജിദുൽ അഖ്സയിലെ ഇമാം റബീഉൽ അവ്വൽ 12ന്റെ തൊട്ട് തലേ വെള്ളിയാഴ്ച ഖുതുബയിൽ ഇത് സംബന്ധമായിട്ട് ഉണർത്തിയത് ഈ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചില പുസ്തകങ്ങളിലുണ്ട്. മിമ്പറിൽ വെച്ച് വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ മിമ്പറിൽ വെച്ചിട്ടാണ് അദ്ദേഹം കവിത ചൊല്ലുന്നത്. ആ വെള്ളിയാഴ്ച കഴിഞ്ഞതിന്റെ ശേഷമാണ് റബീഉൽ അവ്വൽ 12 വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച. ഈ വിഷയം അദ്ദേഹം ഖുതുബയിൽ ഉണർത്തിയിട്ട് ഖുതുബയിൽ അദ്ദേഹം കവിത ചൊല്ലാണ്. ഏത്? നമ്മുടെ ആദ്യത്തെ ഖിബ്ലയായ മസ്ജിദുൽ അഖ്സയിലെ ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലെ മിമ്പർ. ലീ ഫീക യാ അർളൽ ഹിജാസി ഹബീബു നൂറുൽ ഉയൂനി വലിൽ ഖുലൂബി തബീബു ഫിൽ അർളി അഹ്മദു ഫിസ് സമാഇ മുഹമ്മദു വലിദിൽ ഇലാഹി ഖബഖീബു. അദ്ദേഹം പാടുന്ന എന്താ? ഓ ഹിജാസിന്റെ മണ്ണേ, നിന്നിൽ എന്റെ ഹബീബ് കിടക്കുന്നുണ്ട്. മക്കയും മദീനയും ജിദ്ദയും അടക്കം തോയിഫും അടക്കമുള്ള സ്ഥലമാണ് ഹിജാസ് എന്ന് പറയുന്നത്. ഓ ഹിജാസിന്റെ മണ്ണേ, നിന്നിൽ എന്റെ ഹബീബായ റസൂല് കിടക്കുന്നുണ്ട്. നൂറുൽ ഉയൂനി വലിൽ ഖുലൂബി തബീബു. ആ റസൂല് കണ്ണുകൾക്ക് വെളിച്ചമാണ്, അത് ഹൃദയങ്ങൾക്ക് അത് മരുന്നാകുന്നു. ഫിൽ അർളി അഹ്മദു ഫിസ് സമാഇ മുഹമ്മദു. ആ റസൂല് മണ്ണിലും വെണ്ണിലും സ്തുതിക്കപ്പെട്ട ആളാണ്, ആകാശത്തും ഭൂമിയും സ്തുതിക്കപ്പെട്ട ആളാണ് എന്ന് മസ്ജിദുൽ അഖ്സയിലെ ഇമാമാണ് പാടുന്നത്. ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്നതാണ്. റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് സഹോദരാ പാടാം. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് പേര് പോലും വീണത് ഷായിറു റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ കവി, റസൂലുള്ളാഹിന്റെ പാട്ടുകാരൻ. മദീന പള്ളിയിൽ പാടാൻ പ്രത്യേക പീഠമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് ശത്രുക്കൾ കവിത ചൊല്ലും. അതിന് മറുപടി ഉരുളക്ക് ഉപ്പേരി കണ്ടു കൊടുക്കും. അതിന് കൃത്യമായ മറുപടി കൊടുക്കുമായിരുന്നു. ആര്? ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിന് ഉരുളക്ക് ഉപ്പേരി കണ്ട് മറുപടി കൊടുക്കും. ആ മറുപടി മുഴുവനും കവിതയിലൂടെയായിരുന്നു. പൂമ്പാറ്റയല്ല വർണ്ണിച്ചത്, കാടിനെയല്ല, കടലിനെയല്ല. ഹസ്സാൻ റളിയല്ലാഹു അൻഹു പ്രകൃതിയെയല്ല സഹോദര മനോഹരമായി വർണ്ണിച്ചത് റസൂലിനെയാണ്, പുണ്യനബിയെയാണ്. അത് തെറ്റായിരുന്നുവെങ്കിൽ അള്ളാന്റെ തിരുദൂതർ ആ പരിപാടി നിർത്താൻ പറയില്ലേ? കഅബ് റളിയല്ലാഹു അൻഹു പുതപ്പ് സമ്മാനം കൊടുത്തതുപോലും റസൂലുള്ള വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അത് മാത്രല്ല, മദീനയിലേക്ക് അള്ളാന്റെ തിരുദൂതർ കടന്നു ചെന്നപ്പോ സഹോദര മദീന നിവാസികൾ പാട്ടുപാടിയില്ലേ? കുട്ടികൾ
റസൂലുള്ളാഹിനെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. തെറ്റ് കണ്ട റസൂൽ ഉടനെ തടയും, നന്മ കൽപ്പിക്കുന്ന എന്തൊരു തെറ്റാണെങ്കിലും ഉടനെ തടയും. റസൂൽ മദീനയിലേക്ക് ചെന്നപ്പോ കുട്ടികൾ പാട്ടുപാടാ, റസൂൽ സുസ്മേരവദനായി കേട്ടിരുന്നു ഒട്ടകപ്പുറത്ത്. എന്നെ നിങ്ങൾ അത്രത്തോളം പൊക്കണ്ട എന്ന് നബി പറഞ്ഞില്ല. തിങ്കളിതാ ഉദിച്ചു വരുന്നു, തിങ്കളിതാ ഉദിച്ചു വരുന്നു, പൂർണ്ണചന്ദ്രനിതാ ഞങ്ങളിലേക്ക് ഉദയം ചെയ്തിരിക്കുന്നു എന്ന് കുട്ടികൾ പാടുമ്പോ റസൂല് പറഞ്ഞില്ല പാടരുത്, പാടാം. അശ്റഖൽ ബദറു അലൈനാ, ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു എഴുതിയ ശറഫൽ അനാം മൗലൂദിൽ അതിലും ഇത് വരുന്നുണ്ട്. രണ്ടും ഒരേ ആശയാണ്. അതാണ് അശ്റഖ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുന്നേറ്റ് നിൽക്കുന്നത്. ചിലർക്ക് ചോദിക്കും എന്തിനാ അശ്റഖൊക്കെ എഴുന്നേറ്റിക്കുന്നത്? ആദരവാണത്. നമ്മൾ ആദരവുമ്മ ജയിക്കും, കളിയാക്കുന്നവർ ഇവ പരാജയപ്പെടുത്തും. സഹോദര, ഇബ്ലീസ് എത്ര വിവരമുള്ള ആളായിരുന്നു. ഇബ്ലീസ് ജിന്നാണല്ലോ. പക്ഷെ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞപ്പോ ആ കൽപ്പനയിൽ ഇബ്ലീസും പെടാൻ കാരണം എന്താ? ഇവന്റെ അറിവാണ്. വലിയ അറിവുള്ള ആളായിരുന്നു അവൻ, അറിവാളനായിരുന്നു, ഒരു സർവ്വവിജ്ഞാന കോശമെന്ന് പറയാം. അങ്ങനെയുള്ള ഈ ഇബ്ലീസ് ജിബ്രീൽ എന്ന മലക്കിനോട് നല്ല ബന്ധമായിരുന്നു. പക്ഷെ എന്തുണ്ടായില്ല? അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, ആദവില്ലെങ്കിൽ പോ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ ആദരവിന്റെ സുജൂദാണത്, ആരാധനയുടെ സുജൂദല്ല. ആ സുജൂദിന് കൽപ്പിച്ചപ്പോ ഇബ്ലീസ് തയ്യാറായില്ല, ആദരിച്ചില്ല, അഹങ്കാരം ഉണ്ടായി, ശപിക്കപ്പെട്ടു. ആ ആദം നബിയുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലിനെ ഇകഴ്ത്തിയ ഓനും വരാനുള്ളത് ആ ഇബ്ലീസിന്റെ ഗതിയാണ്. ചിന്തിക്കണ്ടല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലുള്ളാഹിനെ ആദരിച്ചുകൊണ്ടാണ് സഹോദര മദീനയിൽ 500-ൽ പരം ആളുകൾ ത്വലഅൽ ബദ്ർ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നു. അതാണ് അശ്റഖൽ ബദ്ർ ചെല്ലുമ്പോൾ നമ്മൾ എഴുന്നേറ്റിക്കുന്നത്. രണ്ടും ഒരേ ആശയ, ഒരേ ഈണാണ്, ഒരേ വിഷയമാണ്. മർമ്മം അറിയാതെ ഇതിനൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് പാട്ടുപാടിയവർക്കൊക്കെ പേര് പോലും വീണു. ഹസ്സാൻ റളിയല്ലാഹു അൻഹു പ്രത്യേക പ്രാർത്ഥന കിട്ടിയില്ലേ നബിയുടെ? അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു ഒരു ലക്ഷണമൊത്ത കവിയായിരുന്നില്ലേ? ചരിത്രം അദ്ദേഹത്തെ പറ്റിയും പറയുന്നല്ലോ, അദ്ദേഹം പ്രവാചകന്റെ പാട്ടുകാരനാണെന്ന്. മുഹത്തത്തിന്റെ പടക്കളത്തിൽ 3ാമതായിട്ട് ഷഹീദായ മഹാനാണ് അദ്ദേഹം. ചില്ലറക്കാരാവര്. മൂത്തത്തിന്റെ പടക്കളത്തിൽ 3 നേതാക്കന്മാര് ഷഹീദാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു. 1ാമത്തെ നായകൻ റസൂലുള്ളാഹിന്റെ ദത്തുപുത്രൻ സയ്യിദ് ഇബ്നു ഹാരിസ, അദ്ദേഹം ഷഹീദായി കഴിഞ്ഞാൽ 2ാമത് നേതൃത്വം കൊടുക്കുന്നത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. അദ്ദേഹം ഷഹീദായി കഴിഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ അദ്ദേഹം ഷഹീദാവുന്നു. ആ ക്രമം അനുസരിച്ച് തന്നെ ഷഹീദായത്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉജ്ജ്വലമായിട്ട് പ്രസംഗിക്കുകയും മനോഹരമായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അന്തം വിട്ട വെറും പാട്ടല്ല സഹോദര. അള്ളാന്റെ തിരുദൂതരെ വർണ്ണിച്ചുകൊണ്ട് മദ്ഹ് ചെയ്ത് അവർ പാടുമായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു പോയി. ഇനി നോക്കൂ, ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പല രാജ്യങ്ങളിലും ഈ സൂഫി പണ്ഡിതന്മാരൊക്കെ, ത്വരീഖത്തിന്റെ മശായിഖുമാരൊക്കെ അള്ളാഹുവിന്റെ തിരുദൂതരെ പറ്റി ഒരുപാട് കവിതകൾ എഴുതിയതാണ്. ഒരുപാട് കവിതകൾ, നല്ല കവിതകളെ ഇസ്ലാം അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് നബി സമ്മാനം കൊടുത്തത്, നല്ലതിനെ അംഗീകരിക്കുന്നു. റസൂലിന് പാട്ട് പാടാനുള്ളൊരു മൂഡില്ലായിരുന്നു എന്ന് മാത്രം. യാസീൻ സൂറത്തിലേക്കാണ്. അത് റസൂലിന്റെ ഉയർന്ന വ്യക്തിത്വത്തെ വെച്ച് നോക്കുമ്പോൾ റസൂൽ ഒരു പാട്ടുകാരനാക്കിയില്ല റസൂലിന്. എന്നാൽ റസൂൽ ചില പാട്ടുകളെ ഇഷ്ടപ്പെട്ടിരുന്നു. റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തത് റസൂൽ തടഞ്ഞില്ല. ഞാൻ വരുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുതേ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ റസൂല് പറയാണ്, നിങ്ങൾ സ്വന്തം ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കണം. ആളാവാൻ പറയാ അല്ലല്ലോ. അഹ്സാബ് സൂറത്തിൽ അല്ലാഹു പറഞ്ഞ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അങ്ങനെ ഖുർആൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികൾക്ക് അവരെ സ്വന്തത്തെക്കാൾ ബന്ധപ്പെട്ടതാണ്. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധം വേണമെന്നാണ്. അതുകൊണ്ടാ റസൂൽ പറഞ്ഞത്, ലാ യുമിനു അഹദുകും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി വമാലിഹി വവാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. റസൂൽ പറയുന്നത് എന്താ? നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണ്ണ മുഅ്മിനീങ്ങളാവില്ല. ഏതുവരെ?
ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവരിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകണം. ഏതിനേക്കാൾ? മിൻ നഫ്സിഹി വമാലിഹി വവാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അങ്ങനെയാണ് പറഞ്ഞത്. സ്വന്തം ശരീരത്തെക്കാളും സമ്പത്തിനേക്കാളും, അതുപോലെ സ്വന്തം ശരീരത്തെക്കാളും സമ്പത്തിനേക്കാളും, അതുപോലെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു എല്ലാ ജനങ്ങളെക്കാളും എന്നോട് സ്നേഹമുണ്ടാകുന്നത് വരെ ഈമാൻ പൂർണ്ണമല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രയോഗം എത്ര ഗൗരവത്തിലാ! റസൂല് ആളാവാൻ പറഞ്ഞതാണോ? ഖുർആൻ പറഞ്ഞതെന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ റസൂല് സ്വന്തം ശരീരത്തെക്കാൾ ബന്ധമാണ്. അതുകൊണ്ടാണ് റസൂൽ പറയേണ്ടത്, നിങ്ങളെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കണം, നിങ്ങളെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കണം. വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദര, അതിന്റെ ഒരു ടൈമാണ് ഇപ്പോൾ. അള്ളാഹുവിന്റെ തിരുദൂതരെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കണം. പൂർവീകരായ ആളുകൾ അവർ ഏറ്റവും വലുതായി കണ്ടത് അള്ളാഹുവിന്റെ തിരുദൂതരെ. അതുകൊണ്ടാണ് ഗാർ സൗറിൽ കാലിൽ പാമ്പ് കടിച്ചപ്പോഴും പതറാതിരുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വന്തം കാലിൽ പാമ്പ് കടിച്ചിട്ടും റസൂലുള്ളാഹിനെ മടിയിൽ കിടത്തി. എന്റെ കാലിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് റസൂലിനെ ഉണർത്തുന്നത് അദബുകേടാകുമെന്ന് വിചാരിച്ചിട്ട്, വിഷം കേറിയിട്ടും ശക്തമായ രൂക്ഷമായ കടച്ചിലും വേദനയും ഉണ്ടായിട്ടും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനങ്ങാതിരുന്നോട്. ജീവനേക്കാൾ റസൂലാണ്. കണ്ണ് തെറിച്ചുപോയി ഒരു സ്വഹാബിയുടെ യുദ്ധക്കളത്തിൽ നബിയിലേക്ക് വരുന്ന വെട്ടും കുത്തും തടഞ്ഞതാണ്, മാറിയില്ല. 70 പരം മുറിവുകളേറ്റു. റസൂലിന് നേരെ വരുന്ന അസ്ത്രങ്ങൾ മുഴുവനും സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി. തുൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു പതറിയില്ല, മാറിയില്ല. ഓരോ സ്വഹാബിയും എന്ത് തന്നെ വന്നാൽ അവർക്ക് നബിയായിരുന്നു വലുത്. അതുകൊണ്ട് തന്നെ ഈ 100 എന്ന് പറയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് ദ്വാരന്ന് അവസാനിപ്പിക്കാം. നോക്കൂ, അള്ളാഹു പറയുന്നത്, അള്ളാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിച്ചോളൂ. വന്നൂരില്ലദീ അൻസൽനാ, നാം ഇറക്കിയ പ്രകാശത്തിലും നിങ്ങൾ വിശ്വസിച്ചോളൂ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാണ്. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് തുടർന്ന് അള്ളാഹു പറയാണ്. ഇനി ഒരു സമ്മേളനത്തെ പറ്റി അള്ളാഹു പറയുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. നമുക്കൊരു യാസീൻ ഓതി ദുആ ചെയ്യണം. അതിനൊരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ സാധാരണ പിരിയുന്ന സമയത്ത് പിരിയാം. നമുക്കൊരു യാസീൻ ഓതി ഉസ്താദിന്റെ പേരിൽ ദുആ ചെയ്യണം. എല്ലാവരും ഇരിക്കുക. നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളുടെ ജോലിക്കും മറ്റും തടസ്സം ഇല്ലാതിരിക്കാനാണ് നമ്മൾ 10 മിനിറ്റ് നേരത്തെ നിർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഒരു സഹോദരൻ പ്രത്യേകം വീട്ടിലുള്ളവരുടെ അസുഖങ്ങളൊക്കെ ഭേദമാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനാണെന്ന് ക്ലാസ്സിലേക്ക് ചായയും കടിയൊക്കെ നൽകിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹുരുടെ രോഗത്തിനൊക്കെ പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷമാണ് നമ്മുടെ സ്വലാത്ത് ഇവിടെ വെച്ച് നടക്കുന്നത്. കോഴിക്കോട് വലിയ ഖാദി നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ അതിൽ പങ്കെടുക്കുമെന്ന്, ദുആക്ക് നേതൃത്വം കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. മദ്രസയിൽ വെച്ചിട്ടാണ് ഇന്ന് സ്വലാത്ത്, മദ്രസയിൽ വെച്ചിട്ടാണ് ആ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ ഉസ്താദിന്റെ പേരിൽ ദുആ ഇറക്കണം. അതുപോലെ തന്നെ നമ്മുടെ പാറടിയിലുള്ള ഇദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഹാജി കഴിഞ്ഞ ആഴ്ച മരിച്ചു, ഒരു സുഖമില്ലാതെ കിടന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരുടെ പേരിലും നമുക്ക് ദുആ ചെയ്യാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന കുമരമ്പത്തൂർ ഉസ്താദ് ജാമിഅ നൂരിയയിലെ ഞങ്ങളുടെയൊക്കെ ഉസ്താദ് കൂടിയായിരുന്നു. വളരെ സാത്വികനായ ഒരു മഹാപണ്ഡിതനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല ആളുകളൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകുമെന്നതിന്റെ ഒരു രേഖ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാപണ്ഡിതന്റെ ബർസഖിയായ ജീവിതം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ഉഖ്റവിയായ പണ്ഡിതന്മാരെ നമുക്ക് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. പണ്ഡിതന്റെ മരണം ശരിക്കും ലോകത്തിന്റെ മരണമാണെന്ന്. കാരണം യഥാർത്ഥ ആലിമീങ്ങൾ, ഉഖ്റവിയായ ആലിമീങ്ങൾ, അൽ ഉലമാ, അത് വറസത്തുൽ അംബിയ,
അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. ദുനിയാവിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി, ബിസിനസ് നടത്താൻ വേണ്ടിയൊക്കെ എത്രയോ ആളുകൾ വേറുണ്ട്. ഒരു പണ്ഡിതന്റെ ദൗത്യം എന്താ? ആ ദൗത്യം കൃത്യമായി നിർവഹിച്ച വലിയൊരു മഹാനായിരുന്നു. ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒരു ജഗപുക ജാടകള് ഒന്നുമില്ലായിരുന്നു. വളരെ ശാന്തമായി പ്രവർത്തിച്ചു. അവസാനം നമ്മോട് വട പറഞ്ഞു. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവരുടെ എല്ലാ ഹസനാത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد. اللهم صل على محمد والآل كلهم وسلم. 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 الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون.
قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ بالسور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا
هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحيي الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد
അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ ഈ മജ്ലിസിൽ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാണ്, പറയുന്നവരാണ്, കേൾക്കുന്നവരാണ് അതിശ്രേഷ്ഠർ എന്ന് പുണ്യനബി പഠിപ്പിച്ചു. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി എന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാൻ നൽകണേ റഹ്മാനെ. ഖുർആനാകുന്ന പ്രകാശത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയാകുന്ന പ്രകാശത്തെ പരിപൂർണമായി ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. പുണ്യനബി യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അനുയായികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിലെ അതിശ്രേഷ്ഠർ ഖുർആൻ വാഹകരാണെന്ന് പുണ്യനബി പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ഇന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളെയും പൊറുക്കണേ റഹ്മാനെ. എല്ലാ തെറ്റുകളെയും പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. ഒന്നും നാളേക്ക് നീട്ടിവെക്കല്ല റഹ്മാനെ. അതിന്റെ കാരണം ഞങ്ങൾക്ക് ഈമാൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ നൽകല്ല റഹ്മാനെ. ഖബറിൽ ശിക്ഷ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇബാദത്ത് ചെയ്യാൻ, ജോലി ചെയ്യാൻ അതിനൊക്കെയുള്ള ആരോഗ്യം നൽകണേ റഹ്മാനെ. ശാരീരികമായി ഒരുപാട് വിഷമങ്ങളുള്ളവർ ഈ സദസ്സിലുണ്ടവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പുറത്തുള്ളവർ, വിദേശത്തും ഈ നാട്ടിലൊക്കെ ഉള്ള ഒട്ടേറെ സഹോദര സഹോദരിമാർ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഒരു ബുദ്ധിമുട്ട് നൽകല്ല റഹ്മാനെ. മാരകമായ ക്യാൻസർ ആർക്കും നൽകല്ല റഹ്മാനെ. ബ്രെയിൻ ട്യൂമർ നൽകല്ല റഹ്മാനെ. കിഡ്നികളെ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരിമാർക്ക് സ്തനാർബുദം നൽകല്ല റഹ്മാനെ. മാരകമായ ക്യാൻസർ നൽകല്ല റഹ്മാനെ. ട്യൂമർ നൽകല്ല റഹ്മാനെ. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ നൽകണേ